Hello everyone, welcome back to another video of Literature Academy. സെറ്റ് എക്സാം എങ്ങനെ പാസ്സാവാം എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് പേര് സെറ്റ് എക്സാമിൻ്റെ പഠനം എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി സംശയങ്ങൾ ചോദിച്ചിരുന്നു. ശരിയായ ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് കണ്ടെത്താൻ പറ്റാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാത്തിനുമുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലിറ്റ്ഷ്വർ അക്കാദമിയുടെ ഈ വർഷത്തേക്കുള്ള സെറ്റ് കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായി ചേരാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുള്ള നമ്പർ ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. മാർച്ച് മാസം അവസാനിക്കാൻ പോവുകയാണ്. ജൂലൈയിൽ അടുത്ത എക്സാം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസങ്ങൾ മാത്രമാണ് ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഈ 3 മാസങ്ങൾ കൊണ്ട് എങ്ങനെ ഏറ്റവും നന്നായി പഠനം നടത്താം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കഴിഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വരാനുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. മറ്റ് പല തിരക്കുകൾ ഉള്ളവരായിരിക്കാം. ഫാമിലി ഉണ്ട്, ജോലിയുണ്ട്, മറ്റ് പ്രശ്നങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ജനുവരിയിൽ കഴിഞ്ഞ എക്സാം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ചിലർക്ക് എക്സാം എഴുതാൻ പോലും സാധിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം ഉടനെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നാഗ്രഹിച്ചു, പക്ഷേ അത് വേണ്ട രീതിയിൽ തുടങ്ങാനും സാധിച്ചില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായി ഞാൻ തയ്യാറെടുക്കും എന്ന് മനസ്സിൽ കരുതുക. അങ്ങനെ കരുതുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാം, അതിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കില്ല. സിലബസ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഒന്ന് വായിച്ചു വിടുകയോ അല്ലെങ്കിൽ സിലബസ് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങി അങ്ങ് പഠിക്കുകയോ അങ്ങനെയല്ല. മറിച്ച് സിലബസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് LBSൻ്റെ സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് സിലബസിലുള്ള ഓരോ കാര്യങ്ങളും, ഓരോ യൂണിറ്റും, ഓരോ മൊഡ്യൂളും വായിച്ച് മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ ഒരു കോപ്പി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചു വെക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെക്കുക. കാരണം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായ ഔട്ട്ലൈൻ ഉണ്ടാവണമെങ്കിൽ സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MCQs പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന സിലബസിനനുസരിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പോയിൻറ്റ്സ് ആക്കി എഴുതി പഠിക്കുന്നുണ്ടാവാം. ചിലർ ഗൈഡ് ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസ്ക്രിപ്റ്റീവ് കാര്യങ്ങൾ കൊടുക്കുന്ന PDF മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങൾ വായിക്കണം. എന്നാൽ അതിനോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. കാരണം അൾട്ടിമേറ്റ്ലി നിങ്ങൾ എക്സാമിന് ചെയ്യാൻ വേണ്ടി പോകുന്നത് MCQs ആൻസർ ചെയ്യലാണ്. അപ്പോൾ MCQs ആൻസർ ചെയ്യാൻ ചില രീതികളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഉത്തരം അറിയില്ലെങ്കിൽ ഓപ്ഷൻസിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ ഒരു ചോദ്യം മറ്റൊരു ചോദ്യത്തിലേക്കുള്ള ഒരു സൂചനയായിരിക്കും. അപ്പോൾ അങ്ങനെ MCQs ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇനി അങ്ങനെയല്ലാതെ MCQന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ച് അടക്കം ലിറ്റ്ഷ്വർ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് ഒരു അക്കാഡമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ അല്ലാതെ പ്രവർത്തിക്കുന്നവർക്കോ അങ്ങനെ എല്ലാ തരത്തിലും, നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ, ഇനി ആരെങ്കിലും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ആണെങ്കിൽ അങ്ങനെ, ഇനി അല്ല ഒരു അക്കാഡമിയുമായി ചേർന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സാണ് ഞാനീ പറയുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് MCQs മാക്സിമം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈം മാനേജ്മെൻറ്റാണ്. കാര്യം നിങ്ങളുടെ പഠനം കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട്
ഓരോ ദിവസവും ഇത്ര ഞാൻ വായിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച ഈ പോർഷൻ ഞാൻ കവർ ചെയ്യും. അപ്പോൾ എനിക്ക് ജനറൽ പേപ്പർ കുറച്ച് ഈസിയാണ്, അപ്പോൾ ഞാൻ ജനറൽ പേപ്പറിന് ഇത്ര സമയം മാറ്റി വെക്കും, അതിനേക്കാൾ കുറച്ച് അധികം സമയം ഞാൻ മെയിൻ പേപ്പറിന് മാറ്റി വെക്കും. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ നടത്തണം. അവിടെയാണ് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. പലർക്കും അതിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചില ഏരിയാസ് മാത്രം നന്നായി വായിച്ചിട്ടുണ്ടാവും, ചിലത് റിവിഷൻ ചെയ്തിട്ടുണ്ടാവും, ചിലത് വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് വായിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ തയ്യാറാക്കി ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിവിഷനാണ്. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. ഞാനത് അവസാനമായിട്ട് ആ പോയിൻ്റ് പറയാൻ വിചാരിച്ചതും അതിനൊരു പ്രാധാന്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മെറ്റീരിയൽ വായിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എക്സാം ഹാളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക നിങ്ങൾ ഏറ്റവും റീസെൻ്റ്ലി വായിച്ച സംഗതിയായിരിക്കും, അല്ലേ? ഏത് കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് റിവിഷൻ്റെ പ്രാധാന്യം. നിങ്ങൾ മാർച്ച് മാസത്തിൽ വായിച്ച സംഗതി പിന്നീട് വായിച്ചിട്ടില്ലെങ്കിൽ, പിന്നീട് അത് തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ ജൂലൈയിൽ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരാൻ പോകുന്നില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ മാർച്ച് മാസം അത് വായിക്കുകയും പിന്നീട് ജൂണിലോ അല്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലോ ഒക്കെ വീണ്ടും റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ജൂലൈയിൽ എക്സാം ഹാളിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മിക്കും. അപ്പോൾ അതാണ് റിവിഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്നത് ഒരറിവ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ്. അത് വീണ്ടും നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലേക്കത് നിങ്ങളുടെ ഓർമ്മയിൽ പതിയാൻ ഇടയാക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് വീണ്ടും ആ വായിച്ച സംഗതി തന്നെ ഒന്നുകൂടെ വായിക്കാൻ, അതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമം എല്ലാ മാസവും നടത്തുക. അതിൻ്റെ ഒരു പര്യവസാനമായിട്ട് ഒരു ഫൈനൽ എന്ന രീതിയിലാണ് ഒരു ഫൈനൽ റിവിഷൻ ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ഫൈനൽ റിവിഷൻ നിങ്ങൾക്ക് എക്സാമിൻ്റെ തൊട്ട് മുമ്പേയുള്ള ആഴ്ചകളിലോ തൊട്ട് മുമ്പേയുള്ള മാസത്തിലോ ഒരു ഫൈനൽ റിവിഷൻ നിങ്ങൾക്ക് നടത്താം. അപ്പോൾ അതുകൊണ്ട് ഈ റിവിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ചെയ്യണം. പലരും റിവിഷൻ ചെയ്യാറില്ല, ഒറ്റത്തവണ വായിച്ച് മുഴുവൻ സിലബസും വായിച്ചങ്ങ് പോവും. ആദ്യം വായിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല, അവസാനം വായിച്ചതിൽ പകുതിയേ ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം ഒറ്റത്തവണയുള്ള വായന നിങ്ങളെ ഓർമ്മിക്കുവാൻ പ്രാപ്തരാക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പലതവണ വായിക്കണം. ഒരേ സംഗതിയെ പലതവണ വായിച്ച് ഓർമ്മ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പഠനം അത് ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്കാണ് വേണ്ടത് എന്ന് എപ്പോഴും എല്ലാവരും പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് വായിച്ചു, ഒരുപാട് പഠിച്ചു, പക്ഷേ അത് ശരിയായ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഔട്ട്പുട്ട് സൃഷ്ടിക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഔട്ട്പുട്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മെത്തേഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവരുടെയും പഠനം ഉഷാറാവട്ടെ, എല്ലാവർക്കും സെറ്റ് നേടാൻ വേണ്ടി പറ്റട്ടെ. നിങ്ങൾ സ്വയം പഠിക്കുന്നവരാണെങ്കിലും മറ്റൊരാളുടെ സഹായത്തോടെ പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾ ഈ മെത്തേഡ്സ് ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക. അവസാനമായിട്ട് ലിറ്റ്ഷ്വർ അക്കാദമിയുടെ അടുത്ത ജൂലൈയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന PDF മെറ്റീരിയൽ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള യൂണിറ്റ് എക്സാം, മോഡൽ എക്സാം, അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന രീതിയിൽ പറയാവുന്ന 10 വർഷത്തിലധികം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ്, MCQ പ്രാക്ടീസ്, ഇവയൊക്കെ ഈ റെഗുലർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.